ലാളിച്ചു പെറ്റില്ലത് അൻപുട് ശൈശവത്തിൽ. അവൻ പറഞ്ഞു ഹാ പുഷ്പമേ എന്ന് പറഞ്ഞ അല്ലയോ പുഷ്പമേ ലാളിച്ച് പെറ്റില്ലത് അൻപുട് ശൈശവത്തിൽ. അതിന്റെ അർത്ഥം അറിയാവോ? ആ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ ഹാ പുഷ്പമേ അതല്ലയോ പുഷ്പമേ. അതല്ലല്ലോ ചോദ്യം. അതെന്ന് പറഞ്ഞാൽ അല്ല ഈ ലാളിച്ചു പറ്റില്ല അത് എന്ന് പറഞ്ഞാൽ എന്റെ മോനോട് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആണോ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അല്ല എന്നാലും എനിക്കതറിയാം. എന്ന് പറഞ്ഞ ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ? ലാളിച്ചു എന്ന് പറഞ്ഞാൽ ഓമനിച്ചു. പെറ്റു ലത. ആര് പെറ്റു? ലത. അൻപുടു ആ പുല്ല് അങ്ങോട്ട് മാറിക്കിടക്കട്ടെ ശൈശവത്തിൽ. അതായത് ലാളിച്ച് വളർത്തിയ ലത ശൈശവത്തിലെ പെറ്റു. വീട്ടുകാർക്കൊക്കെ നാണക്കേടായി. പിന്നെ കാരണക്കാരാണെന്നറിയോ? കാരണക്കാരാണെന്നറിയോ? നമ്മൾ മുമ്പ് മാറ്റി നിർത്തിയില്ലയോ? അൻപുടു. അവനെ കൊല്ലണോ? അവനെ കൊല്ലണം. അയ്യോ കഷ്ടമായി പോയി. അല്ല സത്യത്തിൽ ഈ അൻപുടു തന്നെയാണോ അതിന് കാരണം? അൻപുടു അല്ല കാരണക്കാരൻ. അതിന്റെ കാരണക്കാരൻ മൊത്തം ഈ ഞാനാ. മനസ്സിലായോ? ഹാ പുഷ്പമേ എന്ന് പറയുമ്പോ ഹാ പുഷ്പമേ എന്നൊക്കെ പറയണമെങ്കിൽ ഏതെങ്കിലും ശവന്നാറി പൂവായിരിക്കും. അതാ ടോണിൽ പിടിച്ച പുഷ്പമേ. അത് ഹാ പുഷ്പമേ പുള്ളി അതിന്റെ ഭംഗിയാണ് അവർ പാടിയേക്കുമ്പോ പറഞ്ഞേക്കുന്നത്. നമ്മളത് ഹാ പുഷ്പമേ അത്ര വൃത്തികെട്ട പുഷ്പമായിരിക്കും. അതാ ഹാ എന്നുള്ളത് ഒറ്റ സാധനത്തില്. അതൊക്കെ ഇംപ്രൂവൈസേഷന്റെ ഭാഗമായിരിക്കും. ഓ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആശാന്റെ കവിതയെ വരെ നമുക്ക് കോമഡി സ്കിറ്റ് ആക്കാൻ പറ്റും. അതായത് സ്കില്ലുണ്ടെങ്കിൽ നമുക്കിത് കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ കോമഡിയിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ചിരി ഉണർത്താൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഈ റെസ്ട്രിക്ഷൻസിനെ ഒക്കെ നിങ്ങൾ മറികടന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാ ചെയ്യും. കാരണം ഇപ്പം നിറത്തെ കളിയാക്കാൻ പാടില്ല, അപജയങ്ങളെ കളിയാക്കാൻ പാടില്ല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. 78 വയസ്സ് തികഞ്ഞൊരു കിഴവ ബ്രാഹ്മണൻ അത പോകുന്നു, കൊടുവയിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മരന് കുറിക്കാം, കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ചേക്കുന്ന സാധനമാണ്. ഒരു ബ്രാഹ്മണനും എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. കഷണ്ടിയെ കളി അങ്ങനെ ആരും വന്നിട്ടില്ല. അന്നത്തെ കാലത്ത് തമാശ ആസ്വദിക്കുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇന്നതല്ല, ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ കയറിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് സമൂഹത്തിന് തമാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നിട്ട് നിങ്ങൾ ചിരി ഉണ്ടാക്കുന്നുണ്ട്. അതെ, അത് ഭയങ്കര എഡിറ്റ് ചെയ്ത് നമ്മളിപ്പം ഇത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ചെയ്തിട്ടും ചില ആൾക്കാർ വന്ന് പറഞ്ഞു മറ്റേതിനകത്ത് വളരെ മോശം കമന്റ് ആകട്ടോ, തള്ളക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. വേറെ വല്ല പണിക്കും പോയി. അതെ, ക്രൈസിസ് വേറൊന്നും കൂടെ ഉണ്ട്. ഡിജിറ്റലാണ് ഇത്. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കളിക്കാൻ പറ്റില്ല. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അത് ഭയങ്കര ഒരു ക്രൈസിസ് അല്ലേ? കുത്തിയിരുന്ന് ചെയ്യേണ്ട ഈ സാധനങ്ങളൊക്കെ. ഒരു പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടാമത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏക്കൂല, അത് മൊത്തം ആൾക്കാരെ കാണുകയല്ലേ. പക്ഷേ അമേരിക്കയിൽ പ്രോഗ്രാമിന് 1.5 മാസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ 1.5 മാസവും ബാക്കി സ്കിറ്റുകളൊന്നും ഇല്ല, ഗോപംകുണ്ട കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ചെയ്യിച്ചതാണ്. ഞങ്ങൾക്ക് ഗോപംകുണ്ട ഇപ്പോഴും ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു 3-4 പ്രാവശ്യം ഗോപംകുണ്ട കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണുകയാണെന്ന് അറിഞ്ഞപ്പോ വീണ്ടും 2 പ്രാവശ്യം ഗോപംകുണ്ട കണ്ടു. മനസ്സിലായോ? ഭയങ്കര രസമാട്ടോ. അതിങ്ങനെ ഫ്ലോ ഇല്ല. അതിപ്പോഴും പല സ്റ്റേജിലും നമ്മൾ പുതിയ സ്കിറ്റ് കളിക്കാന്ന് പറയുമ്പോൾ വേണ്ട ഗോപംകുണ്ട വേണം എന്ന് പറഞ്ഞ ടൈമിങ്. നിങ്ങൾ പണിയെടുത്ത ഗുണപ്പെടുന്ന അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോമഡിയെ കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇപ്പൊ വീക്കെൻഡിനെ കുറിച്ചും സഞ്ജയനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം വായനയൊക്കെ ഉള്ള ആളാണ് ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ ഒന്ന് പറയൂ, പഴയ കാലഘട്ടത്തില്. വീട്ടിൽ വലിയ വലിയ വിദ്യാഭ്യാസം ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവരെല്ലാവരും സ്കൂൾ ഫസ്റ്റ്, ജില്ലാതലത്തിലെ ഫസ്റ്റ്, അതായത് SSLC ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അങ്ങോട്ട് ഫസ്റ്റിൽ അങ്ങോട്ട് നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് പോയിട്ട് SSLC. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ചുമ്മാ അതിലേക്ക് വായി നോക്കി നടന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടുകാരെല്ലാം ഇതുപോലെ ബുക്സൊക്കെ വായിക്കുന്ന കൂട്ടുകാർ. അപ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കുമ്പം എനിക്ക് പാട്ട് പാടുക എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കുമ്പം എനിക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല. അങ്ങനെ കുറേ നാൾ ചമ്മി ഇരുന്നതിന് ശേഷം അവരുടെ കൂടെ കൂടി അന്നേരം കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ കുറേ നോവലുകളും അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച അതുകൊണ്ടൊരു ഗുണമുണ്ടായി. SSLC പാസ്സായി. ഓ അത് കൊള്ളാലോ. എന്നിട്ട് പിന്നെ വായന പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല? ഇല്ല, പിന്നെ സംഗീത കോളേജിലേക്ക് പോയിട്ട് അവിടെ ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും നഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ അത് കണ്ട അന്താളം വല്ലാതായിപ്പോയി. നമ്മൾ തിരുവനന്തപുരം മ്യൂസിക് കോളേജ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ആഴ്ചയിലാഴ്ച പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ചുമ്മാ അവിടെ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ചുമ്മാ 4 പേര് കൂടി മ്യൂസിക് ട്രൂപ്പൊക്കെ തല്ലിക്കൂട്ടി മാട്ട കളിക്കാന്ന് പറയാം. അങ്ങനെ പോയി കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തപ്പം കാശ് കിട്ടി തുടങ്ങി. അപ്പോൾ കോളേജ് എവിടാന്ന് പോലും മറന്നുപോയി. മ്യൂസിക് കിട്ടും. അതെ. പിന്നെ തിരിച്ചു വന്ന് കായംകുളം MS കോളേജിൽ പഠിച്ചു.
അതൊക്കെ കഴിഞ്ഞിട്ടാ ഡിഗ്രി പിന്നെ വീണ്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഒന്നും പറയണ്ട, ചരിത്രം പഠിച്ച വലിയ പുള്ളിയാണ് ഞാൻ. ഞാനും ചരിത്രം പഠിച്ചു. ചരിത്രം പഠിക്കുന്നവരൊക്കെ ഇതുവരെ എത്തോളന്നാണ്. ആ രണ്ടുപേരും ചരിത്രം മാറിപ്പോയി. വിനോദേട്ടനാ എങ്ങനെയാ പഠിത്തമൊക്കെ? പ്രീ ഡിഗ്രി മാത്രമേ പോയുള്ളൂ. പിന്നെ ITI ഫീൽഡിലോട്ട് പോയി. റേഡിയോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രീഷ്യനും അങ്ങനെയുള്ള അത് ഈ നമുക്ക് സൗണ്ട് ഉള്ളതുകൊണ്ട് ആ മേഖലയിലേക്ക് വിട്ടു. മൈക്കിനേ ഉള്ളൂ അനൗൺസ് ചെയ്യാം. അല്ലല്ല, സൗണ്ട് സിസ്റ്റം ഉണ്ട്. സൗണ്ട് സിസ്റ്റം വീട്ടിലുള്ള. ഞാൻ ITI ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഫാദർ ഒരു ദിവസം ITI വന്നപ്പോൾ ഞാനില്ല. അന്ന് മനസ്സിലായി ഡെയിലി സിനിമ കാണാൻ പോക്കാന്ന് മനസ്സിലായി. അന്ന് നിർത്തി. അങ്ങനെ ITI പഠിത്തം നിർത്തി. പിന്നെ സൗണ്ടിൻ്റെ കൂടെ പോകുമായിരുന്നു. ഇങ്ങനെ അത്യാവശ്യം പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു വീട്ടിൽ അറിയാതെ. സ്റ്റേജ് സ്കിറ്റുകളായിരുന്നു രണ്ടുപേരുടെ. അത് ഇപ്പം ബമ്പർ ചിരി പോലെ ഞാനും അനീഷും കൂടെ ഉള്ള രണ്ടുപേരുടെ സ്കിറ്റ്. ഗൾഫിൽ ഭയങ്കര സൗണ്ട് നടക്കും, സിബി എന്ന് പറഞ്ഞ. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ ബോർഡൊക്കെ വെച്ച് പോകുന്ന മിമിക്രിക്കാർ കുറവാണ്, വലിയ ട്രൂപ്പുകളുള്ളൂ. ഞങ്ങളുടെ ഉടനെ അനിലെന്ന് പറഞ്ഞതിൻ്റെ അരുണോദയം എന്ന് പറഞ്ഞ അംബാസഡർകാരുടെ ഞങ്ങൾ തന്നെ ബോർഡൊക്കെ എഴുതി വെച്ച് കടയിൽ ലൈറ്റൊക്കെ ഉണ്ട്, അതിന് 2 ലൈറ്റും സ്വിച്ച് ബോർഡും ഒക്കെ എടുത്തുകൊണ്ട് പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നത്. വലിയ പരിപാടിക്കാരോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുമായിരുന്നു. പിന്നെ അതങ്ങ് നിന്നു. വീട്ടിലെ പ്രാരാബ്ദവും കാരണങ്ങളും കൊണ്ട് ഞാൻ പരിപാടി നിർത്തിയായിരുന്നു. 2-3 കൂട്ടുകാർ ഇതുപോലെ പറഞ്ഞു നമുക്ക് ചാനലിൽ പ്രോഗ്രാമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ ആഗ്രഹമാണ്, നീ കാരണം ഞങ്ങളെ കൂടെ ജസ്റ്റ് അവിടെ വരെ പോകുന്നു, നമ്മൾ പെർഫോം ചെയ്യുന്നു, അവർ ഔട്ടാക്കുന്നു, നമ്മൾ പോരുന്നു. ചെന്നു. പക്ഷേ അത് ക്ലിക്കായി. അങ്ങനെ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ചെന്നു. അങ്ങനെ ചെന്ന് കോമഡി അവിടെ ചെന്ന് പിന്നെയും ബ്രേക്കായി. നമ്മൾ ആത്മാർത്ഥത കൂടുതലായിരുന്നു. ഒരു ചാനലിൽ നിന്ന് അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് വിളിക്കുന്നുണ്ട്, നമ്മൾ വരാതിരുന്നിരുന്ന് സീസൺ 2-ലാണ് ഞാൻ വരുന്നത്. ഞാൻ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ടീം അല്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. അപ്പോൾ കുഴപ്പമില്ല, നീ വരാൻ പറഞ്ഞു. വരാൻ വന്നതിൻ്റെ ടീം എഴുതിയിട്ടിരിക്കുന്നത് 1ാമത്തെ പേര് കണ്ടപ്പോഴേ നമ്മൾ തിരിച്ചു പോകാൻ തയ്യാറായി. 1ാമത്തെ പേര് എഴുതിയിരിക്കുന്നത് ഷാജി മാവേലിക്കര. കാരണം ഞങ്ങൾ തമ്മിൽ നേരത്തെ ബന്ധമില്ല ആ സമയത്ത്. അപ്പം ഷാജിനെ ഞാൻ വേറൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ രണ്ട് ടീമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് നോക്കി, ഞാനും ഇങ്ങനെ നോക്കി. പുള്ളി തിരിഞ്ഞങ്ങ് പോയി, ഞാനും തിരിഞ്ഞങ്ങ് പോയി. അപ്പം ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ്, ജാടയാ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാം. പുള്ളിയുടെ കൂടെ ആണെങ്കിൽ ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞു ടീം ഈ പ്രാവശ്യം ഒന്ന് സെറ്റ് ചെയ്യേ. അവൻ ഇല്ല, പുള്ളിയോട് ആണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒറ്റ ഷെഡ്യൂൾ, അടുത്ത ഷെഡ്യൂൾ ടീം മാറ്റിയിടാം. ഞാൻ ശരി എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ ഡോറ് തുറന്നപ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ എന്നെ നോക്കി. ഞാൻ നമസ്കാരം, നമസ്കാരം വായിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് അങ്ങോട്ട് സിങ്ക് ആകുന്നില്ലേ. ഞാൻ പിന്നെ വേറെ റൂമുണ്ട്, അവിടെ പോയിരുന്നു. പിന്നെ 2-3 ദിവസം ഈ സ്കിറ്റും പ്രാക്ടീസും ഒക്കെ ആയിരുന്നു. എനിക്ക് മനസ്സിലായി പാവ പിടിച്ചൊരു മനുഷ്യനാണ്. പിന്നെ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത വേറെ ടീമാണ്. ഞാൻ വേണ്ട, ഇനി സ്കിറ്റ് കളിക്കുന്നുണ്ട്, ഷാജിമാ ഒരിക്കലും ഇവിടെ കളിക്കുന്നു തോന്നുന്നത്. അങ്ങനെ കുറച്ച് നാൾ അതൊരു രസകരമായ സമയമായിരുന്നല്ലേ. താങ്ക് യു. അല്ല, രസകരമായ ഒരാളെങ്കിലും നല്ലത് പറഞ്ഞു. അല്ല, അങ്ങനെ നമ്മളെക്കുറിച്ചേ അറിയാൻ വയ്യാത്തവരൊക്കെ ഇപ്പം ഞാൻ എന്നെ പറയത്തില്ലേ, കാണുമ്പം ഭയങ്കര ഗൗരവക്കാരനാണ്, പ്രശ്നക്കാരാണെന്നൊക്കെ പറയും. അതുപോലെ എല്ലാവരെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ മരടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ നടക്കാൻ പോകാം. ഒരാൾ വന്നിട്ട് പുള്ളി കോട്ടയൊക്കെ കിട്ടുന്നുണ്ടോ? പട്ടാളക്കാരാണ്. 2-3 സ്കിറ്റുകൾ പറയാനുണ്ട്. അതിനിടയ്ക്ക് അപ്രീസിയേഷൻ കിട്ടിയാൽ ശ്രീനിവാസൻ സാർ തിരിച്ചറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടിയെന്ന് പറഞ്ഞു. അതേപോലെ അംബിക മാഡം വിളിച്ചു എന്ന് പറഞ്ഞു. ആ 2 കഥയും പറയും. ഞാൻ ഇന്റർവ്യൂ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര രസം തോന്നിയത് അംബിക മാഡത്തിന്റെ കോളില്ലേ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോഴേ അപ്പം മഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അംബിക ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കും. നമ്മൾ പിന്നെ അത് വിട്ടു, കാരണം അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരെ ഇപ്പോൾ വിളിക്കാനോ സമയമൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു ദിവസം ഈ അടുത്ത കുറേ നാളിന് മുമ്പ് ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ, ചുമ്മാ പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കോൾ വന്ന് ഞാനെടുത്ത്. അപ്പം ആക്ട്രസ് അംബിക, വേറെ വലിയൊരു ആയിരിക്കും, വിട്ട്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അടുത്ത് പോയി. അപ്പോൾ വിനോദ് പറഞ്ഞു ആക്ട്രസ് അംബിക, ചിലപ്പോൾ അവരായിരിക്കും നേരത്തെ പറഞ്ഞിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. എടുത്തോണ്ട് ഷാജി, ഞാൻ ആക്ട്രസ് അംബികയാണ് കേട്ടോ. മനസ്സിലായി മാഡം, കാര്യം പറഞ്ഞു. കുറേ നമ്മുടെ സ്കിറ്റുകളെല്ലാം അവർ ശേഖരിച്ചിട്ടിരിക്കുക. എനിക്ക് കുറച്ച് ഞാൻ മൂഡ് ഔട്ട് ആകുമ്പം അപ്പോഴേ നിങ്ങളുടെ സ്കിറ്റ് എടുക്കും, കാണും. നാഗേഷ് ചേട്ടൻ, ജഗതി ചേട്ടൻ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ എല്ലാ സ്കിറ്റുകളും എൻ്റെ കയ്യിലുണ്ടാവും. നിങ്ങളുടെ ഒരു സ്വല്പം പരാജയപ്പെട്ട സ്കിറ്റ് പോലും
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ബമ്പറിലെത്താൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. അതിനകത്ത് പോലും ഇഷ്ടംപോലെ കൗണ്ടറും ഷാജി. അപ്പോൾ നിങ്ങൾ ഒരുപാട് ജനത്തെ ചിരിപ്പിക്കുന്ന ആൾക്കാർക്കാണ്, അതുകൊണ്ട് എപ്പോഴും നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ എല്ലാം കേട്ടുകൊണ്ട് കൈയൊക്കെ കിടന്ന് വിറയ്ക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒരാൾ നമ്മളെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ അതൊരു വലിയ കാര്യമില്ല. അതെ അതെ. അതേപോലെ ശ്രീനിവാസ് സാർ തിരിച്ചറിഞ്ഞു. അതിയുടെ പുള്ളിക്കാരൻ പ്രോഗ്രാമിന് സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിരുന്നു. ശ്രീനിവാസ് സാറും ജഗദീഷ് സാറോട് വന്നത് പ്രോഗ്രാമിലാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അതൊന്ന് കാണാം എന്ന് വിചാരിച്ചു. അവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ അവരെ. അപ്പോൾ കാണാമെന്ന് വിചാരിച്ച് ഷൂട്ട് കഴിഞ്ഞ് ഫ്ലോറിൽ അവിടെ ഇറങ്ങി വരുന്നതിൻ്റെ അവിടെ ഒരു ഇരുട്ട് അവിടെ നിൽക്കുക. ഒരു പരിപ്പോടെയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ പുള്ളിക്കാരൻ വയ്യല്ലോ, വേറൊരാൾ ഇങ്ങനെ പിടിച്ചു എന്നെ കണ്ട് ആ ഷാജി എന്ന് വിളിച്ചു ടങ്ങെന്ന് പരിപ്പോടെയൊക്കെ താഴെ. അപ്പോൾ ആരും കണ്ടില്ല, പക്ഷേ സൗണ്ട് കേട്ടു. ഇത് വീണത് ഒരു മെറ്റലിൻ്റെ മണ്ടയ്ക്കാണ്, പരിപ്പോടെ വീണത്. അപ്പോഴത്തേക്കും സജി അടുത്ത് പോണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ് കപ്പ്യാർ, അവനോട് ഭയങ്കര ചിരി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ല പ്രോഗ്രാം, നിങ്ങളുടെ സ്കിറ്റ് കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എന്ത് ചെയ്യും വിനോദ്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പേരെടുത്ത് അറിയുന്ന ഒരു സംഭവം, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, ഒരു ലെജൻഡല്ലേ, എഴുതുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ, അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസം കാണിക്കുന്ന ഒരാൾ നമ്മളെ അപ്രിസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് തോന്നിയത്. ആ അവിടെ നിന്ന് രോമാഞ്ചം അടിച്ച് ശബ്ദമൊക്കെ ഇടറി, പിന്നെ കയ്യോ കാലും ഒക്കെ വിറച്ച്. അപ്പം ഞാൻ സജി എടുത്ത് പറഞ്ഞു പുള്ളി എന്നെ പേര് വിളിച്ചോളാം. ഷാജി കൈലാസ് സാറിൻ്റെ സിനിമയ്ക്ക് ചെന്നപ്പോഴും പടത്തിന് ചെന്നപ്പോഴും ഞാൻ ഷാജി കൈലാസ് സാറിൻ്റെ ഹണ്ട് പടത്തിന് ഞങ്ങൾ ചെന്നപ്പോഴേ ഈ പുള്ളിയുടെ വലിയ വലിയ പടങ്ങൾ കണ്ടിട്ടല്ലയോ, ഭയങ്കര ദേഷ്യക്കാരൻ അങ്ങനെയുള്ളതായിരിക്കും, എങ്ങനെയൊക്കെ ഇതാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളവിടെ ചെന്ന് ആദ്യം ഞങ്ങളവിടെ മാറി നിൽക്കുക. ഷാജി സാർ വന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിയൊക്കെ നിന്നു. ആദ്യം കയറി മേടിക്കണ്ട എന്ന് കണ്ടപ്പം പുള്ളി അവിടെ നിന്നിട്ട് വിളിച്ച് രണ്ടുപേരെയും പേര് വിളിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാ പ്രോഗ്രാമും സമയം എപ്പോഴും കാണത്തില്ല, സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞു സാറേ മടിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്കൊരു ഫോട്ടോ സാറിന് എനിക്കും ആവശ്യമാണ് നിങ്ങളോടൊന്ന് പറഞ്ഞ് വളരെ സൗഹൃദം. അതുപോലെ ജയരാജ് സാറിന് നിൽക്കുമ്പോഴും അവരൊക്കെ നല്ല സൗഹൃദത്തിൽ ഇടപെടുന്നു. വിചാരിക്കുന്നത് പോലെ അല്ല. അതായത് കോമഡി, അതായത് നമ്മളൊക്കെ കോമഡി ചെയ്യുന്ന ഗൗരവക്കാരാണെന്നൊക്കെ കരുതുന്നില്ലേ, അങ്ങനെ എല്ലാവരും ഈ കോമഡി കുത്തിയിരുന്ന് കാണുന്നവരായിരിക്കും. ഈ അടുത്ത് ഒരാൾ പറഞ്ഞു 10 മിനിറ്റ് ഞാൻ മൊത്തം വരുന്ന ആ സാധനം കണ്ട, അതിനകത്തങ്ങ് ഒന്നുമില്ലെന്ന്. ഇവൻ എന്തിനാ പിന്നെ 10 മിനിറ്റ് കണ്ടത്? ഈ കമന്റ് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. നമുക്കിത് കാണണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളിപ്പം മാക്സിമം അങ്ങനെ എഡിറ്റ് ചെയ്തേ ചെയ്യത്തുള്ളൂ. ഇപ്പം നമുക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ മിക്ക സ്കിറ്റുകളും ആണും പെണ്ണും, അത് കോമഡി ഉണ്ടാക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഫീമെയിൽ വേഷം കിട്ടും. പക്ഷെ നമ്മൾ ഇത്രയും സ്കിറ്റുകൾ ശരിക്കും ആണും തമ്മിലുള്ളതാണ്. ഒരു ആൾക്കാരെയും ദ്രോഹിക്കില്ലെന്ന്, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചില സ്കിറ്റുകളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കോപം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ചെറിയ ശകലമൊക്കെ പാളിപ്പോവും. പക്ഷേ അതിന് ഒരു പാളാത്ത സാധനത്തിന് പോലും ഗ്യാങ്ങായിട്ട് വന്ന് നമ്മൾ ഒരാൾ ശ്രദ്ധിച്ചിട്ട് നമ്മളോട് പറഞ്ഞു 3 മിനിറ്റിൽ 40 കമന്റുകൾ, 52 കമന്റ് അങ്ങനെ അങ്ങാണ്ട് ക്യാമ്പ് ചെയ്ത് നമ്മൾ പാവപ്പിച്ചാൽ എന്തിനാ ആക്രമിക്കുന്നത് നമുക്കറിയത്തില്ല. അത് കാണാതിരിക്കും കാണാൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, നിങ്ങൾ കയറി കഴിഞ്ഞു എന്നാണ്, മനസ്സിലായോ? എങ്കിലല്ലേ ഇങ്ങനെ കൂട്ടമായിട്ട് ആക്രമിക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇല്ലല്ലോ. നിങ്ങൾ ആ ട്രാഫിക്കില് SIയും പോലീസുകാരനുമായിട്ട് ചെയ്യുമ്പോൾ മൈക്കിൾ എന്നാണല്ലോ, സ്ഥിരം നമ്പരാണ് നമ്മള്. വിളിക്കരുത് മൈക്കിളെ അങ്ങനായിരുന്നു. 147 എന്തുവായി പറയുന്നത്? ഊണ് മേടിക്കാൻ പോയേക്കുവാന്നല്ലേ ഞാൻ പറയാൻ വന്നേ. സാറൊന്നും അന്നദാനം നടത്താൻ പോവാന്നോ? എന്താ അല്ലെ 147 ഊണ് മേടിക്കാന്ന് പറഞ്ഞേ? കോൺസ്റ്റബിൾ 147 ഊണ് മേടിക്കാൻ പോയെന്നാ പറഞ്ഞത്. അങ്ങനായിരുന്നോ? ഭയങ്കര രസമാണ് ഇതിന്റെ ഒരു, നിങ്ങളുടെ ഒരു കോംബോ കാണുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവരും ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഊണും കൊണ്ട് ചെല്ലുന്ന ഒരു കാറ്ററിംഗ് ഡെലിവറി ബോയ് ഉണ്ടല്ലോ, ഉള്ളിൽ ആ ഇത് ഇട്ടിട്ട് അപ്പോഴേ നമുക്ക് സെൻസ് ചെയ്തു ഇതെന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ കുറ്റി ഇട്ടപ്പോ തന്നെ ആ കുറ്റിയിലാണ് സംഭവം കിടക്കുന്നത്. കള്ളു പറയുന്ന പിന്നെ ഒന്നും വേണ്ട എല്ലാം. അതെന്താണ് അയാളുടെ പേരെന്താണ്? ചക്കിച്ചാൻ പറമ്പിൽ ബാബുവിനെ വിളിച്ചാൽ മതി എന്ന് പറയും. ബാബുവിനെ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ തന്നെ ഉടനെ വരുമെന്ന്. അതാരാ ഈ ബാബു? ഞാനാണ് ഈ ബാബു. ആ പേരൊക്കെ ഭയങ്കര രസമല്ലേ, ചക്കിച്ചാൻ പറമ്പിൽ ബാബു. ചില സ്കിറ്റുകളിലെ കൗണ്ടറുകളല്ല, അതിന്റെ ക്യാരക്ടറുകൾ നമ്മൾ ചിലപ്പോൾ ഓർക്കുമ്പോഴേ അതെന്തോ മനുഷ്യനാണ് നമ്മൾ പിന്നെ ആലോചിച്ചു. ഉദാഹരണത്തിന് ഈ കള്ള് പറഞ്ഞു, അച്ഛൻ വലിയമായിട്ട് അവിടെ കിടക്കുമ്പോൾ കള്ള് കൂപ്പി വെക്കുമ്പോഴത്തേന് ഡോറും കുറ്റിയെടുത്ത് പുള്ളിക്ക് വേണ്ട. അത് കഴിഞ്ഞ് വെടി വെച്ച് കൊല്ലാൻ തുടങ്ങുക. എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോഴെന്ന് പറഞ്ഞ് കുപ്പി എടുത്ത് വെക്കുമ്പോൾ എന്നാൽ ക്ലാസ്സിങ് ഇതാ കഴിച്ചിട്ട് പോകാമെന്ന്. വേറൊരു ക്യാരക്ടർ ഉള്ളത് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്കിറ്റ് ക്യാരക്ടറുണ്ട്.
അയാൾ ബിസിനസ് ചെയ്യാനായിട്ട് ചെന്നിറങ്ങിയിട്ട് ആകെ 60,000 രൂപയുണ്ട്. അത് ചിന്തിക്കാൻ വേണ്ടി 35,000 രൂപ അശോക ഹോട്ടലിൽ റൂം എടുത്ത് എന്നിട്ട് ഈ 35,000 രൂപ 15,000 കൊണ്ട് ബോംബെ ചെന്നു. ബോംബെ ചെന്ന് അതിൽ ചിലവാക്കി കഴിയുമ്പോൾ 1,500 രൂപയുണ്ട്. 1,500 രൂപ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ പിന്നെ നടന്നാ വീട്ടിൽ വന്നത്. അല്ല നിൻ്റെ 1000 ഇങ്ങനെ എന്ത് സംഭവിച്ചു, എങ്ങനെ വീട്ടിൽ പറ്റാനായിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ 1,500 രൂപ വിഷമം തീർക്കാൻ വേണ്ടിയാണ് ഇന്ന് നടന്ന് പോകുമ്പോൾ ഇന്ന് ഇവിടെ വന്നു. അങ്ങനെ ക്യാരക്ടർ നോക്കുവാണെങ്കിൽ അല്ല, അത് രസമുള്ള ഒബ്സർവേഷൻസും ചില എലമെന്റ്സും കൊണ്ട് ഭയങ്കര ഡീറ്റെയിൽസ് കൊണ്ടുവരുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്കിറ്റുകളിൽ ഇപ്പോൾ പൊതുവിൽ കോമഡി സ്കിറ്റുകളിൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ, അതായത് നമ്മൾ പണ്ട് തള്ളിക്കളർന്നിരുന്ന ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിയുള്ള എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില ഓഡിയൻസ് ഉണ്ട്, അവരും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്.